ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എഴുതി നിർത്തിയത് ആഹ്, ഈ ഇക്വേഷനിലായിരിക്കണം. ക്യൂ ടി മൈനസ് വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടി, ക്യൂ ടി മൈനസ് ക്യൂ ടി മൈനസ് വൺ ഇസ് ഈക്വൽ ടു കെ ബ്രാക്കറ്റിൽ ക്യൂ സ്റ്റാർ ടി മൈനസ് ക്യൂ ടി മൈനസ് വൺ. ഒന്നെന്ന് പറയുന്നത് ആക്ച്വൽ ചേഞ്ച്, രണ്ടെന്ന് പറയുന്നത് റൈറ്റ് ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഡിസൈഡ് ചേഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ എഴുതിക്കോ കെ ലൈസ് ഇൻ ബിറ്റ്വീൻ. K is the coefficient of stock adjustment. K is the coefficient of stock adjustment. K is the coefficient of stock adjustment. The value of K lies between എത്രയാന്ന് പറഞ്ഞേ? 0 and 1. 0 and 1. Okay. ഇനി 0 and 1. ഓക്കെ, നമ്മള് ഇനി ക്യൂ സ്റ്റാർ ടി എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേക്കണേ ആ ഇക്വേഷനിൽ ഏറ്റവും ആദ്യം? ക്യൂ സ്റ്റാർ ടി, ക്യൂ സ്റ്റാർ ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ട്. Desired level of durables. ഓക്കെ, അത് ഈസ് ഈക്വൽ ടു ക്യൂ സ്റ്റാർ ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ എഴുതിയേക്കണേ? കണ്ടോ നിങ്ങൾ? ക്യൂ സ്റ്റാർ ടി ഈസ് ഈക്വൽ ടു ബീറ്റ വൈ ടി എന്ന് എഴുതിയേക്കണോ? Beta YT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യൂ സ്റ്റാർ ടി ഉള്ളിടത്ത് നമ്മളുടെ ഈ ബീറ്റ വൈ ടി ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ എഴുതുക: ക്യൂ ടി മൈനസ് ക്യൂ ടി മൈനസ് വൺ ഈസ് ഈക്വൽ ടു കെ. നമ്മൾ ക്യൂ സ്റ്റാർ ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ബീറ്റ വൈ ടി എന്ന് എഴുതാം. ബീറ്റ വൈ ടി മൈനസ് ക്യൂ ടി മൈനസ് വൺ. ഒന്നുമില്ല, ക്യൂ സ്റ്റാർ ടിക്ക് പകരം ഞാൻ ബീറ്റ വൈ ടി എന്ന് ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ, ഡിസൈഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഇൻകത്തിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും ഡിസൈഡ് ലെവൽ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനത് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതി മാത്രം. ഓക്കെ, റീഅറേഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം: ക്യൂ ടി ഈസ് ഈക്വൽ ടു, അവസാനത്തെ എഴുതിയാൽ മതി നിങ്ങൾ, വെറുതെ സമയങ്ങളുണ്ട. ക്യൂ ടി ഈസ് ഈക്വൽ ടു എ വൈ ടി പ്ലസ് എ ടു ക്യൂ ടി മൈനസ് വൺ. അതായത് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി കൺസ്യൂംഡ് അറ്റ് ദ പ്രസന്റ് ടൈം പീരീഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് ഇൻകം വൈ ടി എന്ന് പറയുന്നത് പ്രസന്റ് ഇൻകം, ക്യൂ ടി മൈനസ് വൺ എന്ന് പറയുന്നത് പാസ്റ്റ് ഡിമാൻഡ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് ഇൻകവും, രണ്ട് പാസ്റ്റ് ഡിമാൻഡ് ക്യൂ ടി മൈനസ് വൺ. അപ്പൊ അതാണ് ബേസിക്കലി നമ്മളുടെ നെർലോവിന്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതിക്കൊള്ളുക: ഹുത്തേക്കർ ആൻഡ് ടൈലേഴ്സ് ഡൈനാമിക് മോഡൽ. ഹുത്തേക്കർ നിങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതിക്കോട്ടോ. ഹുത്തേക്കർ and Taylor's dynamic model. ഓക്കെ, ബേസിക്കലി ഞാൻ പറഞ്ഞു ഡൈനാമിക് ഡിമാൻഡ് മോഡൽസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിന് ആ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ലാഗ് ഉള്ളതുകൊണ്ടാണ്. ഡിമാൻഡ് ഈ പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മാറുന്നില്ല, ലാഗ്ഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ലാഗ്ഡ് ആക്കുന്നത് പല വേരിയബിൾസ് ആണ്. ഒന്ന് ഈ പറയുന്ന ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ഇൻകം, പാസ്റ്റ് ഈ പറയുന്ന നമ്മളുടെ കൺസംഷൻ, അതൊക്കെ ഈ പറയുന്ന നമ്മളെ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിലോട്ട്, അതായത് ഈ വേരിയബിൾസ് മാറാൻ നേരത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് അങ്ങനെ തന്നെ പെട്ടെന്ന് മാറുന്നില്ല, ഒരു ലാഗ് ഉണ്ട്. ഓക്കെ,
അത് പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ഈ പറയുന്ന നമ്മളുടെ ഓൾറെഡി ഈ പറയുന്ന ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് പയ്യെ പയ്യെ വാങ്ങാൻ സാധ്യതയുള്ളൂ. ഓൾറെഡി ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മളത് ഈ പറയുന്ന മേടിക്കാനായിട്ട് സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിൽ നമുക്കൊരു ഡിസൈർഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഡിസൈർഡ് സ്റ്റോക്കിലേക്ക് എത്തുന്നത് പയ്യെ പയ്യെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജിന്റെ കേസ് പറഞ്ഞപ്പോൾ ആ ഫ്രിഡ്ജ് ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിന്റെ ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഈ പറയുന്ന നോൺ ഡ്യൂറബിൾസിന്റെ കേസിൽ, ഫുഡ് ഐറ്റത്തിന്റെ കേസിൽ ഈ പറയുന്ന നമ്മൾക്കൊരു ഒരു കൺസംഷൻ ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റ് നമ്മൾ ഹാബിച്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല. ബേസിക്കലി അപ്പൊ ഹുത്തേക്കറും ഈ മോഡൽ, ഹുത്തേക്കറിന്റെയും ടൈലറിന്റെയും മോഡൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സിലേക്ക് ഈ ഐഡിയ എടുത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. നെർലോവിന്റെ മോഡലിന്റെ ഈ പറയുന്ന എക്സ്റ്റൻഷൻ ആണ് ഹുത്തേക്കറിന്റെയും ടൈലറിന്റെയും ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്നും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഹാബിറ്റ്, ഈ തിയറിക്ക് അങ്ങനെ ഒരു പേരുണ്ട്, ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ തിയറി എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ തിയറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സാധനം, ഒരു കൺസംഷൻ ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ബേസിക്കലി ഐഡിയ പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കോ. അത് കഴിഞ്ഞ് ഞാൻ ആ അവസാനത്തെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. HT മോഡൽ എന്ന് പറഞ്ഞാൽ ഹുത്തേക്കർ ആൻഡ് ടൈലർ മോഡൽ. HT മോഡൽ explains how consumer adjust their consumption over time. C എന്ന് പറയുന്ന കൺസംഷൻ ആണ്. കൺസംഷൻ ഓവർ ടൈം. ഓവർ ടൈം, ഇൻസ്റ്റന്റേനിയസ് അല്ല. ഓക്കെ, നോട്ട് instantly. People do not adjust demand immediately after a change in price or income. Instead they adjust gradually based on past consumption habits. Instead they adjust gradually based on past consumption habits. This makes the model dynamic. This makes the model dynamic. And habit persistence based. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ഫൈനൽ ഡിമാൻഡ് ഫംഗ്ഷനെ നിങ്ങൾക്ക് തരുന്നുള്ള. ഓക്കെ, the demand function can be written as QT is equal to quantity demanded at the present time period. അതായത് QT is equal to A0 plus A1 PT plus A2 delta PT plus
A3 YT plus A4 delta Y1 അല്ല delta YT A4 delta YT plus A5 QT minus 1. A5 QT minus 1. ഓക്കെ ആണോ നിങ്ങൾ? QT ഈസ് ഈക്വൽ ടു A0 ഒരു ഇന്റർസെപ്റ്റ് പോലെ, അതായത് ഒരു മിനിമം കൺസപ്ഷൻ നിങ്ങൾ കഴിക്കും എന്നുള്ളതാണ് ഈ A0 പറയുന്നത്. പ്ലസ് A1 PT പ്ലസ് A2 ഡെൽറ്റ PT പ്ലസ് A3 YT പ്ലസ് A4 ഡെൽറ്റ YT പ്ലസ് A5 QT മൈനസ് 1. ഇതിൻ്റെ അകത്തെ ഇനി ഓരോ ടേംസും നമ്മളൊന്ന് നോക്കാം. ഈ PT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Price at current time. പ്രൈസ് അറ്റ് ദ പ്രസന്റ് ടൈം പീരീഡ്. ഓക്കെ, സമ്മതിച്ചു. PT എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് ദ പ്രസന്റ് ടൈം പീരീഡ്. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളണേ. PT എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് ദ പ്രസന്റ് ടൈം പീരീഡ്. ഡെൽറ്റ PT എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ കാണിക്കുന്നത്? ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ്. ഡെൽറ്റ PT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്. YT എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം. ഓക്കെ, ഇനി ഡെൽറ്റ YT എന്ന് പറഞ്ഞാൽ എന്താ? Change in income. ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അപ്പൊ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്, ഡെൽറ്റ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്, YT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം അറ്റ് പ്രസന്റ് പീരീഡ്, ഡെൽറ്റ YT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻകം. ഇനി ഈ A5 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഈ A5 ഉണ്ടോ? A5 എന്ന് പറയുന്നത് കാണിക്കുന്നത് കൺസ്യൂമറിന് എത്ര പെട്ടെന്ന് ഈ പറയുന്ന പാസ്റ്റ് കൺസംഷൻ ഹാബിറ്റിൽ നിന്ന് മാറാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, A5 എന്ന് പറയുന്ന ഈ വേരിയബിൾ കാണിക്കുന്നത് കൺസ്യൂമർ എന്തോരും പഴയ ഹാബിറ്റിലോട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് A5 കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുക, if A5 is high, if A5 is high. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത് ചിലപ്പോൾ ഗാമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേരിയബിൾ ആയിട്ടായിരിക്കുവേ. നിങ്ങൾ ആ ലാസ്റ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കണം. ചിലപ്പോൾ അത് ലാംഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പോണന്റ് ആയിട്ടായിരിക്കും തരുന്നത്. ഇവിടെ ഞാൻ A5 എന്ന് എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A5 പകരം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ അങ്ങനെ ഒന്നും തരാൻ സാധ്യതയില്ല, എന്നാൽ കൂടിയും ഇപ്പൊ സിഗ്മ എന്ന് ഇട്ടേക്കണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിനർത്ഥം അത് A5 ആണെന്നുള്ളതാണ്. അവിടെ എന്ത് എക്സ്പോണന്റ് അവിടെ കിടക്കുന്നത്, ആ എക്സ്പോണന്റ് കാണിക്കുന്നത് ഇതാണെന്ന് ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇപ്പൊ A5 തന്നെ ഇടാം. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ, if A5 is high or close to 1, if A5 is high or close to 1, consumer strongly stick to past consumption. Consumer strongly stick to past consumption. അതായത് ആ വാല്യൂ 1 അടുക്കും തോറും അതിനർത്ഥം കൺസ്യൂമറിന് പെട്ടെന്ന് ഈ പറയുന്ന ആ ഹാബിറ്റ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ എക്സ്പോണന്റ് കാണിക്കുന്നത് അതിനെയാണ്. ഓക്കെ, ഓർ അഡ്ജസ്റ്റ്മെന്റ് ടു ന്യൂ ഇക്വിലിബ്രിയം. Adjustment to new equilibrium is slow. If A5 is low, അപ്പൊ എന്താ? കൺസ്യൂമർ അഡ്ജസ്റ്റ് ക്വിക്ലി. കൺസ്യൂമർ അഡ്ജസ്റ്റ് ക്വിക്ലി.
ഓക്കെ, കൺസ്യൂമർ ഇസ് ഏബിൾ ടു അഡ്ജസ്റ്റ് ക്വിക്ക്ലി. അപ്പോൾ അതാണ് ഹൗത്തേക്കർ ആൻഡ് ടൈലർ മോഡൽ ബേസിക്കലി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ പീപ്പിൾ ഡു നോട്ട് അഡ്ജസ്റ്റ് ഡിമാൻഡ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് കുറച്ച് സമയം എടുക്കും ബേസിക്കലി കൺസംഷൻ മാറാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഹൗത്തേക്കർ ആൻഡ് ടൈലർ മോഡൽ ബേസിക്കലി നെർലോ മോഡലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കൺസ്യൂമർ ഡ്യൂറബിൾസിലേക്ക് എടുത്തിട്ടേക്കുന്ന മോഡലാണ് ഹൗത്തേക്കർ ആൻഡ് ടൈലർ മോഡൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്കുള്ളത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. സാർ ഹാബിച്വൽ എന്തോ ഒരു പറഞ്ഞല്ലേ മുകളില്, അത് വിട്ടുപോയി. മുകളിൽ ഹാബിച്വൽ, മുകളില ഹാബിച്വൽ, കുറച്ചുകൂടെ മുകളിൽ. ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൽ തിയറി. ഓക്കെ ഓക്കെ. ഒരു ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളെ ഒരു ജനറൽ പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങളായിരിക്കും. ആ തിയറി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലാണ്ട് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയില്ല. ആ തിയറി നിങ്ങൾക്ക് മനസ്സിലാകില്ലയോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു പെരിഫറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഇതിൻ്റെ അകത്തുനിന്നൊക്കെ. കഴിഞ്ഞ തവണ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത എഴുതിക്കോ, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. Linear expenditure system. LES. Linear expenditure system. Developed by R. Stone. Developed by R. Stone. ഓക്കെ, നമുക്ക് നോക്കാം. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം കഴിഞ്ഞ ചോദ്യം വന്നിട്ടില്ല, അപ്പൊ ചിലപ്പോൾ ഇത്തവണ ഇതിൻ്റെ അകത്ത് നിന്നായിരിക്കണം. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം അല്ല, ലീനിയർ എക്സ്പെൻഡിച്ചർ ചോദ്യം വന്നായിരുന്നു. ലീനിയർ എക്സ്പെൻഡിച്ചർ ചോദ്യം അതും ഉണ്ടായിരുന്നു. ഓക്കെ, ബേസിക്കലി ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമറിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ട്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മളുടെ എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇപ്പോൾ ഫുഡിൽ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഫുഡ് എന്ന് പറയുന്നത് അരി മേടിക്കും, ഗോതമ്പ് മേടിക്കും, മീൻ മേടിക്കും, മുട്ട മേടിക്കും, പഴം മേടിക്കും, പച്ചക്കറികൾ മേടിക്കും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്ലോത്തിങ്ങിൽ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട് നമ്മൾ. അതിൽ തന്നെ ജീൻസ് മേടിക്കും, സാരി മേടിക്കും, ഈ പറയുന്ന ഒരുപാട് സാധനങ്ങൾ ഈ പറയുന്ന ക്ലോത്തിങ്ങിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്താറുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ഐറ്റത്തിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്താറുണ്ട്. ഫ്രിഡ്ജ്, TV, AC പറയുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പല പല ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിലാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പെൻഡിച്ചേഴ്സ് നടത്തുന്നത്. ഓക്കെ, ഇനി ഈ ഐഡിയ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എല്ലാ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ക്ലോത്തിങ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ഈ ഐഡിയ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ ആ കൺസ്യൂമർ, നിങ്ങൾ കൈ പൊക്കി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഇൻകം ഈ എല്ലാ ഗ്രൂപ്പിലെയും ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ട്, കൺസ്യൂമറിന് ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം വെച്ചുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലെയും ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് പെർച്ചേസസ് നിങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ ആണല്ലോ? ഇനി ബാക്കിയുള്ള ഇൻകം, അതായത് എല്ലാ ഗ്രൂപ്പിലെയും മിനിമം പർച്ചേസസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന
വേരിയസ് കമ്മോഡിറ്റീസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം കാണിക്കുന്നത്. ഓക്കെ, ഇൻകവും പ്രൈസും അനുസരിച്ച് ഈ പറയുന്ന നിങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട് ശ്രമിക്കും. അതായത് അപ്പോൾ ഒരു മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ഒരു ഡിമാൻഡ് ഉണ്ട് എല്ലാ പ്രോഡക്ട്സിനും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഡിമാൻഡിനെയാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ ന്യൂമറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ട് ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അതായത് പല ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫുഡ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ട്, അങ്ങനെ പല എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പിലെ നമുക്ക് ഈ പറയുന്ന മിനിമം ക്വാണ്ടിറ്റി സാധനങ്ങൾ മേടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ഇൻകത്തിന്റെ ഒരു സബ്സിസ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് ഈ എല്ലാ ഗ്രൂപ്പിലെയും മിനിമം ക്വാണ്ടിറ്റി മേടിക്കാനായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. ആ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത് ആ ബാക്കിയുള്ള ഇൻകം ആണ്. അതായത് സബ്സിസ്റ്റൻസ് ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ഈ ഓരോ ഗ്രൂപ്പിലെയും മിനിമം ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടിയാണ്. ആ മിനിമം ക്വാണ്ടിറ്റി മേടിക്കുന്ന ഇൻകത്തിന് പറയുന്ന പേരാണ് സബ്സിസ്റ്റൻസ് ഇൻകം. ബാക്കി വരുന്ന ഇൻകം ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലെയും മിനിമം ക്വാണ്ടിറ്റി മേടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിനിമം ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പേരാണ് സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഗുഡ്സ് മേടിക്കാൻ വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറിന്റെ പേരാണ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിസ്റ്റൻസ് ഇൻകം, അതുപോലെ തന്നെ സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ, സൂപ്പർ ന്യൂമററി ഇൻകം, സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൽ പല ഗ്രൂപ്പുകളുണ്ട്. ഫുഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ക്ലോത്തിങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ഡ്യൂറബിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, സർവീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ലിഷർലി ആക്ടിവിറ്റീസിന് നമ്മൾ ചെലവഴിക്കുന്നത് അതൊരു വേറെ ഗ്രൂപ്പാണ്. ബേസിക്കലി ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ നമുക്കൊരു മിനിമം പർച്ചേസ് നടത്താനുണ്ട്. ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അകത്ത് നമുക്ക് മിനിമം എമൗണ്ട് ഓഫ് പാല് മേടിക്കണം, മിനിമം എമൗണ്ട് ഓഫ് അരി മേടിക്കണം, മിനിമം എമൗണ്ട് ഓഫ് ഗോതമ്പ് മേടിക്കണം, മിനിമം എമൗണ്ട് ഓഫ് ചിക്കൻ മേടിക്കണം, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പൊ ഈ ഇൻകത്തിന് പറയുന്ന പേരെന്താ? ഇത് മേടിക്കാനുള്ള ഇൻകത്തിന്റെ പറയുന്ന പേര് സബ്സിസ്റ്റൻസ് ഇൻകം. അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൺസ്യൂമർ ചെലവഴിക്കുന്ന ഇൻകത്തിന്റെ പറയുന്ന പേരെന്താ? സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ. വെരി ഗുഡ്, സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ. ഇനി എല്ലാ ഗ്രൂപ്പുകളിലെയും ഈ പറയുന്ന നമ്മൾ മിനിമം സബ്സിസ്റ്റൻസ് ചെലവഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇൻകം വെച്ചുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് അനുസരിച്ച് ആ ബാക്കിയുള്ള പൈസ ചെലവഴിക്കും. ഓക്കെ, അത് ചെലവഴിക്കാൻ നേരത്ത് നമുക്കുണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേരാണ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഗ്രൂപ്പുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. അതായത് ഒറ്റ മിനിറ്റ് ഷെയർ അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലോത്തിങ്ങിന് പകരം നിങ്ങൾ ഫുഡ് മേടിച്ചാൽ മതിയോ? ക്ലോത്തിങ്ങിന് ക്ലോത്ത് തന്നെ മേടിക്കണ്ടേ അല്ലേ? അരിക്ക് പകരം നിങ്ങൾ ഈ പറയുന്ന ഫ്രിഡ്ജ് മേടിച്ചാൽ മതിയോ? അരിക്ക് അരി തന്നെ മേടിക്കണ്ടേ? അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഈ പറയുന്ന ഗ്രൂപ്പുകൾ തമ്മിൽ ഈ പറയുന്ന നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണോ? ഒന്ന് ആലോചിക്കുക. അല്ല. കാരണം ക്ലോത്തിങ്ങിന് നമുക്ക് ക്ലോത്തിങ് തന്നെ വേണം. ക്ലോത്തിങ്ങിന് പകരം നമുക്ക് ഈ പറയുന്ന കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ നടത്താമെന്ന് പറയരുത്. ഓക്കെ, പക്ഷെ ഈ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. ഗ്രൂപ്പുകളുടെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. അതായത് നിങ്ങൾക്ക് അരിക്ക് പകരം എന്ത് മേടിക്കാം? വീറ്റ് മേടിക്കാം. മീന് പകരം നിങ്ങൾക്ക് എന്ത് മേടിക്കാം? ചിക്കൻ മേടിക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് മട്ടൺ മേടിക്കാം. മട്ടണ് പകരം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും മേടിക്കാം. മനസ്സിലായോ? അപ്പൊ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഈ പറയുന്ന ഉള്ളിൽ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനും കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ അക്രോസ് ദ ഗ്രൂപ്പ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. അക്രോസ് ദ ഗ്രൂപ്പ് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും?
അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ലാത്ത ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താ? ഓർമ്മയുണ്ടോ? എന്താ ടീച്ചറെ? എൽ ഷേപ്ഡ് ആയിരിക്കും. എൽ ഷേപ്ഡ് ആയിരിക്കും. അതായത് സാധാരണ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. കോംപ്ലിമെന്റ്സിന്റെ കേസിൽ എൽ ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇവിടെ ആർസ്റ്റോണിന്റെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എൽ ഷേപ്ഡ്. ഓക്കെ, അപ്പൊ ഞാനിത് നമുക്കൊന്ന് എഴുതാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ചും കൂടെ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനാണ് എടുക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൽ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഗുഡ്സ് തമ്മിൽ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. പക്ഷെ അക്രോസ് ദ ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഈ പറയുന്ന നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ എല്ലാ ഗ്രൂപ്പുകളുടെയും മിനിമം ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കാനായിട്ട് ഉപയോഗിക്കും. അതിനെയാണ് സബ്സിസ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ഇൻകത്തിനാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. ആ സൂപ്പർ ന്യൂമററി ഇൻകം വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഗുഡ്സ്, അതായത് മിനിമം ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ആ പൈസ ചെലവഴിക്കും. അപ്പോൾ വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പേരാണ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ എക്സ്പെൻഡിച്ചർ ചോദിച്ചത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചറും പ്ലസ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. അപ്പൊ നമുക്കൊന്ന് എഴുതാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പറയാം. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ. ഇറ്റ് ഡീൽസ് വിത്ത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്. It deals with group of commodities rather than individual commodities. It deals with group of commodities rather than individual commodities. Such groups added will yield അടുത്തടുത്ത ലൈനിൽ എഴുതി പോയാലും മതി, എളുപ്പം നിങ്ങൾക്ക് വായിക്കാൻ. Such groups added will yield total consumer expenditure. Total consumer expenditure. അടുത്ത ലൈനിൽ എഴുതിക്കോ. The demand function is derived from utility function. Is derived from utility function, similar to indifference curve analysis. ഓക്കെ, ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. ഒന്ന്, യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഹെഡിങ് എഴുതിക്കോ, പ്രോപ്പർട്ടീസ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. യൂട്ടിലിറ്റി ഈസ് അഡിക്റ്റീവ്. ഫസ്റ്റ് അസംഷൻ ആണ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ്. യൂട്ടിലിറ്റി ഈസ് അഡിക്റ്റീവ്, ആഡ് ചെയ്യാന്നുള്ളത്. ദാറ്റ് ഈസ്, ഈ യൂട്ടിലിറ്റി ഈസ് അഡിക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എവിടെ ഇത് അസംഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇതിനു മുമ്പ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിൽ ഒരു സ്ഥലത്ത് യൂട്ടിലിറ്റി ഈസ് അഡിക്റ്റീവ് എന്ന് പറയുന്ന ഒരു അസംഷൻ ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ ഇതാണ് അസംഷൻ. ഓക്കെ, യൂട്ടിലിറ്റി ഈസ് അഡിക്റ്റീവ്. ഇങ്ങനെ എഴുതിക്കോ, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ്
Total utility is the sum of utilities derived from various group of commodities. Various groups of commodities. For example, food, clothing, consumer durables, household expenses, services. Okay. But TU is equal to sigma UI. എന്ന് വെച്ചാൽ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും ഇതിനെയാണ് നമ്മൾ UI വെച്ച് കാണിക്കുന്നത്. അതിന്റെ സിഗ്മ സം എന്നുള്ളതാണ് സിഗ്മ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ UA പ്ലസ് UB പ്ലസ് UC പ്ലസ് UD പ്ലസ് UE. ഈ എയും ബിയും സിയും ഒക്കെ എന്നതാ? Group of ഓരോ ഗ്രൂപ്പുകളും. ഓക്കെ. UB UC UD പ്ലസ് UE. ഓക്കെ. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ എഴുതിക്കോ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതിക്കോ. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഷോസ് സ്ട്രിക്റ്റ് കോംപ്ലിമെന്റാരിറ്റി. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഷോസ് strict complementarity. This means the groups of commodities are not substitutes but എന്താന്ന് പറയാൻ പറ്റുമോ? Complements. But complements. അടുത്ത എഴുതിക്കോ. Substitution is possible within the group. തെറ്റിക്കല്ലേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ആയിരിക്കും ചോദ്യം. Substitution is possible within the group and not between groups. നമ്മൾ ഓൾറെഡി എഴുതി. And not between groups. ഓക്കെ, അടുത്ത എഴുതിക്കോ. Consumer buys minimum quantity from each group. Irrespective of price. Irrespective of price. This minimum quantity is called subsistence quantity. This minimum quantity is called subsistence quantity. Bracket le subsistence expenditure na. This minimum quantity is called subsistence quantity. അല്ലെങ്കിൽ subsistence expenditure. Okay, the income left, അതായത് ബാക്കിയുള്ള ഇൻകം, the income left is allocated among various groups on the basis of prices.
on the basis of prices. This part of income is called supernumerary income. Supernumerary income. അപ്പൊ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് സബ്സിസ്റ്റൻസ് ഇൻകം, രണ്ട് സൂപ്പർ ന്യൂമററി ഇൻകം. ഓക്കെ, ഞാൻ ഇനി ഇതിന്റെ ഒരു ഫൈനൽ ഫങ്ഷൻ എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിക്കോ. ഡിമാൻഡ് ഫങ്ഷൻ പി ഐ, ഡിമാൻഡ് ഫംഗ്ഷൻ ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതിക്കോ. പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു പി ഐ സിഗ്മ ഐ പ്ലസ് ബീറ്റ ഇൻറ്റു വൈ ഐ minus sigma pj അയ്യോ ഒറ്റ മിനിറ്റ്, ഇത് ബേസിക്കലി ഗാമയാണ് കേട്ടോ. ഞാൻ സിഗ്മ എന്നാണോ പറഞ്ഞേ? ഡൗട്ട് തോന്നിയായിരുന്നു. ഇത് ഗാമയാണേ. ഇതാണ് സിഗ്മ. ഏത് നമ്മളുടെ, അയ്യോ സോറി, ഇതാണ് ഗാമ. ഗാമ എവിടെ? അയ്യോ, ആൽഫ അല്ലേ ഇത്? ആൽഫ അല്ലല്ലോ, ഗാമ അല്ലേ ഇത്? ഗാമ ഗാമയാണ്, ആൽഫ എ ആണ്. ഇത് ഗാമയാണ്. ഓക്കെ, ഗാമ മീൻ ആൽഫ ഗാമ എവിടെ പോയി? സിഗ്മ പി ജെ ഗാമ ജെ. ഒന്നില്ല, ചക്കായ. ഹലോ, ഇല്ല സർ, കേൾക്കുന്നുണ്ട്. അയ്യോ ഇതെന്താ അവസാനത്തെ വരാത്തെ? ഓക്കെ, ഒറ്റ മിനിറ്റ്. വന്നല്ലോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു പി ഐ ഗാമ ഐ പ്ലസ് ബീറ്റ ഐ ബ്രാക്കറ്റില് വൈ മൈനസ് സിഗ്മ പി ജെ ഗാമ ജെ. അത് വന്നിട്ടില്ല അല്ലെ? ഗാമ കഴിഞ്ഞുള്ള ജെ വന്നിട്ടില്ല. ഗാമ കഴിഞ്ഞിട്ടുള്ള ജെ വന്നിട്ടില്ല. ഒറ്റ ഇപ്പൊ എടുക്കാം. ഇപ്പൊ ശരി, ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, പോലെയാണല്ലോ. ടക്കാണോ? നിങ്ങക്ക് ഞാൻ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഗാമ വരെ കാണാം. അയ്യോ, ഞാനിവിടെ കുത്തി വരയ്ക്കുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. ഒറ്റയുണ്ട്. സിമ്പിൾ ആണ്. ഇവര് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ എഴുതി വെച്ചേ ഉള്ളൂ. ശരിയാക്കി തരാം. ഓക്കെ. ഓക്കെ, സിഗ്മ പി ജെ ഗാമ ജെ. ഓക്കെ ആണ്, ഇത്ര എഴുതിയോ? യെസ്. ഓക്കെ, ആ ഇൻസത്തിന്റെ ഇവിടെ ഐ ഉണ്ടായിരുന്നോ സാർ? പറഞ്ഞപ്പോ ഐ പറഞ്ഞായിരുന്നു. എവിടെ ഐ ടീച്ചറെ? വൈ ബൈ ഐ വൈ ഐ വേണ്ട, വെറും വൈ മതി.
പി ഐ ഗാമ ഐ പ്ലസ് ബീറ്റ ഐ ബ്രാക്കറ്റില് വൈ മൈനസ് സിഗ്മ പി ജെ ആർ ജെ ഗാമ ജെ മാത്സ് എടുക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒന്ന് എഴുതിക്ക് ഇത് എന്തൊക്കെയാന്നുള്ളത്. പി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും ടീച്ചറെ? എന്തായിരിക്കും? പ്രൈസ് ഓഫ് ഗുഡ് ഐ അല്ലെ? പി ഐ ബേസിക്കലി പ്രൈസ് ഓഫ് ഗുഡ് ഐ. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ക്വാണ്ടിറ്റി. ഓക്കെ, വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക്കലി വൈ നമ്മൾ മാക്രോയിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻകം. ഓക്കെ, ഇനിയുള്ളത് ശ്രദ്ധിച്ചോ. പി ഐ ഗാമ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം ഉണ്ടല്ലോ, എക്സ് ഐ എന്ന് പറയുന്നത് ഐയുടെ ക്വാണ്ടിറ്റി ആണോ എക്സിന്റെ ക്വാണ്ടിറ്റി? എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ പ്രൈസ് ഓഫ് ഐ. അപ്പൊ എക്സിന്റെ ക്വാണ്ടിറ്റി പ്രൈസ് പി ഐ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് ഐ അല്ലേ? ഐയുടെ പ്രൈസ് അല്ലേ? എക്സ് ഐ എന്ന് പറയാ അതായത് എക്സ് എന്ന് പറയുന്നത് ith ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റി എത്ര മേടിക്കുന്നുണ്ട് എന്നുള്ളത്. സോറി, എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി ഓഫ് ith ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനല്ലേ? അത് അങ്ങനല്ലേന്നല്ല, ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്നാണ് ചോദ്യം. ith ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിനെയാണ് എക്സ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് അത് ഓക്കെ ആയിക്കോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാം. ഒറ്റ മിനിറ്റ്. ഇനി പി ഐ ഗാമ ഐ. ഓക്കെ, അതൊന്ന് എഴുതിക്കേ. പി ഐ ഗാമ ഐ ഇസ് ഈക്വൽ ടു മണി സ്പെൻഡ് സ്പെൻഡ് ടി ആണോ ഡി ആണോ മിസ്സേ? ടി അല്ലേ? ഡി ആണോ? ചില സമയത്ത് ഓക്കെ. മണി സ്പെൻഡ് ഓൺ മിനിമം റിക്വയർമെന്റ് ഓഫ് ഗുഡ് ഐ കൺസ്യൂമർ മസ്റ്റ് കൺസ്യൂം. സിമ്പിൾ ആണേ, പപ്പർ റെഡി ആക്കി തരാം. കൺസ്യൂമർ മസ്റ്റ് കൺസ്യൂം. ഓക്കെ, അങ്ങനെ ആയിരിക്കും. വൈ മൈനസ് സിഗ്മ പി ജെ ഗാമ ജെ. വൈ മൈനസ് സിഗ്മ പി ജെ ഗാമ ജെ is equal to remaining income after buying ആഫ്റ്റർ ബൈയിങ് എന്നുള്ളത് ബ്രാക്കറ്റ് ഇട്ടേക്ക് കേട്ടോ. ആഫ്റ്റർ ബൈയിങ് മിനിമം distributed across goods in fixed share. Remaining income after buying minimum distributed across goods in fixed share. Okay, അടുത്ത എഴുതിക്കോ. ബീറ്റ 1 അല്ലെങ്കിൽ ബീറ്റ ഐ, സോറി, ബീറ്റ ഐ മാർജിനൽ ബഡ്ജറ്റ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ ഗുഡ്സ് മേടിക്കാൻ ഉപയോഗിക്കുന്നു, മറ്റ് ഗുഡ്സ് മേടിക്കാൻ ഉപയോഗിക്കുന്നതിന്റെ തോതാണ് ഈ ബീറ്റ ഐ എന്ന് പറയുന്നത്. നമ്മുടെ MPC ഒക്കെ പോലെ മാർജിനൽ ബഡ്ജറ്റ് ഷെയർ. ദാറ്റ് ഈസ് each beta I shows how much
the expenditure on group I will increase if total income changes by 1 unit. Beta I shows how much expenditure on group I will increase if total income changes by 1 unit. താഴെ ഇങ്ങനെ എഴുതിക്കോ, ബീറ്റ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 പക്ഷെ ലെസ് ദാൻ 1. നമ്മുടെ കെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഷെയർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, ഇത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനായി ഞാനൊരു കണക്ക് കാണിച്ചു തരാം. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഈ സാധനം ക്യാച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ ഒരു കണക്ക് ഞാൻ കാണിച്ചു തരാം. ആവശ്യമില്ല, ഒരിക്കലും വരാൻ സാധ്യതയില്ല, പക്ഷെ എന്നാൽ കൂടിയും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ, ക്യാച്ച് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഓക്കെ, ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് 2 ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ തൽക്കാലം ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾ ബാക്കിയുള്ള ടെക്നിക്കാലിറ്റീനെ കുറിച്ചൊക്കെ മറന്നേക്കുക. ആ ഗുഡ് എന്ന് പറയുന്നത് റൈസും മിൽക്കും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റൈസും മിൽക്കും ആണ് അയാൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം മിനിമം കൺസ്യൂം ചെയ്യണമെന്നുണ്ട്. ആ മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങളിത് എഴുതിയെടുക്കണ്ട കേട്ടോ. 10 കിലോ റൈസും മിൽക്ക് എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റി ദാറ്റ് ഷുഡ് ബി കൺസ്യൂംഡ് എന്ന് പറയുന്നത് റൈസിന് 10 കിലോ എന്നുള്ളതും മിൽക്ക് എന്ന് പറയുന്നത് 2 ലിറ്ററും ആണെന്ന് വിചാരിക്കുക. 10 കിലോയും 2 ലിറ്ററും. ഇനി ബഡ്ജറ്റ് ഷെയർ എന്ന് പറയുന്നത്, അതായത് ഈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നൊക്കെ പറയുന്ന പോലെ, അത് റൈസിന്റെ കേസിൽ 0.6 ആണെന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ ഇൻകം കൂടാൻ നേരത്ത് ആ ഇൻകത്തിന്റെ എത്ര ശതമാനം ഈ പറയുന്ന ആ പ്രോഡക്റ്റ് മേടിക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് ഷെയർ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ എക്സാമ്പിളിൽ 0.6 ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 100 രൂപ കൂടിക്കഴിഞ്ഞാൽ 60 രൂപ നിങ്ങൾ ഈ പറയുന്ന അരി മേടിക്കാനായിട്ട് ഉപയോഗിക്കും. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 100 രൂപ കൂടുകയാണെങ്കിൽ 60% എന്ന് വെച്ചാൽ 60 രൂപ ഈ പറയുന്ന അരി മേടിക്കാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് ഷെയർ കാണിക്കുന്നത്, വേറൊന്നുമില്ല. ഇനി ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ 3000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് റൈസ് എന്ന് പറയുന്നത് P1, പ്രൈസ് ഓഫ് റൈസ് എന്ന് പറയുന്നത് 40 രൂപയാണെന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 50 രൂപയാണെന്ന് വിചാരിക്കുക. ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ പറയുന്ന ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് ഇക്വേഷനിലേക്ക് ഇട്ട് നോക്കാം. അപ്പൊ നമുക്ക് റൈസിന്റെ കേസ് ആദ്യം എടുക്കാം. നമ്മളുടെ ഈ ആദ്യത്തെ ഭാഗം കണ്ടോ, PI സിഗ്മ ഐ. ഓക്കെ, ഇവിടെ PI എന്തായിരിക്കും റൈസിന്റെ കേസിൽ? PI എന്ന് പറയുന്നത്, I എന്ന് പറയുന്നത് റൈസ് ആണ് ഇവിടെ. അപ്പൊ എത്രയായിരിക്കും? ഓക്കെ, 40 ആണ് എന്ത് റൈസിന്റെ വില. 40 ഇൻറ്റു എന്താണ്? 40 ഇൻറ്റു ഗാമ ഐ എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ മിനിമം എത്രയാ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? മിനിമം റിക്വയർമെന്റ് ഓഫ് ഗുഡ് ഐ കൺസ്യൂമർ മസ്റ്റ് കൺസ്യൂം. അപ്പൊ ആ മിനിമം റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എത്ര 40 പ്രൈസാന്ന് കിട്ടി. ഇനി ക്വാണ്ടിറ്റി എത്രയാ നമ്മുടെ? 10 അല്ലേ? അപ്പൊ PI സിഗ്മ ആയി നമുക്ക് കിട്ടി. ഇനിയുള്ളത് എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു മൈനസ് ആയിരുന്നു? പ്ലസ് ബീറ്റ ഐ ഇൻറ്റു Y മൈനസ് എന്തൊക്കെയായിരുന്നു? സിഗ്മ PJ ഗാമ J. PJ ഗാമ J. അപ്പൊ നമുക്ക് അടുത്ത ലൈൻ എന്തൊക്കെ എഴുതാം? 40 നമുക്ക് കിട്ടി. 40 ഇൻറ്റു 10 കിട്ടി. നമ്മൾ പ്ലസ് എഴുതി. ബഡ്ജറ്റ് ഷെയർ ഓഫ് റൈസ് എത്രയായിരുന്നു? 0.6. നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാ? 3000 മൈനസ് ഈ സിഗ്മ PJ RJ എന്താ നമ്മളെ കാണിക്കുന്നതെന്നാ പറഞ്ഞേക്കണം. നമ്മളത് എഴുതിയിട്ടില്ലേ? സൂപ്പർ ന്യൂമററി ഇൻകം അല്ല, സൂപ്പർ ന്യൂമററി ഇൻകം അല്ല. നമ്മുടെ ഇക്വേഷനില് റിമൈനിങ് ഇൻകം
അല്ല, റിമൈനിങ് ഇൻകം എന്ന് പറഞ്ഞാൽ വൈ മൈനസ് സിഗ്മ പി ജെ ആർ ജെ ആണ് മിസ്സേ റിമൈനിങ് ഇൻകം എന്ന് പറഞ്ഞാൽ. ഇൻകം മൈനസ് ബേസിക്കലി അത് എന്താന്ന് വെച്ചാലേ നമ്മൾ രണ്ട് ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ, ഈ രണ്ട് ഗുഡ്സിന്റെ സം ആണ് ഈ പി ജെ ആർ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ രണ്ട് ഗുഡ്സ് എന്ന് പറയുന്നത്? റൈസും മിൽക്കും. ആ ഒറ്റ മിനിറ്റ് ഇപ്പോൾ കാണിച്ചത്. അതായത് രണ്ട് ഗുഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. വൈ എന്ന് പറയുന്ന ഇൻകം, റൈസും മിൽക്കും. റൈസ് എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തേ? 10 ഇൻറ്റു 40 പ്ലസ് മിൽക്ക് എത്ര നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്? അതായത് മിനിമം എമൗണ്ട് ഓഫ് മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് 2 ഇൻറ്റു 50. 2 ഇൻറ്റു 50. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു 400 പ്ലസ് 0.6 ഇൻറ്റു 3000 മൈനസ് 400 പ്ലസ് 100 അല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു 400 പ്ലസ് 0.6 ഇൻറ്റു 3000 മൈനസ് 500 എത്രയാ? 2500. ഓക്കെ, അപ്പൊ 400 പ്ലസ് 0.6 ഇൻറ്റു 2500 എത്രയാ നോക്കി? 1500 എന്ന് വരുവേ. അപ്പൊ പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു 400 പ്ലസ് 1500. അപ്പൊ പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു 1900. അപ്പോ പി ഐ നമുക്കറിയാം. നമ്മള് എക്സിന്റെ ക്വാണ്ടിറ്റി എത്രയാ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാ? റൈസ്. ഇനി ശ്രദ്ധിച്ചോളണേ, റൈസ് നമ്മൾ മിനിമം ക്വാണ്ടിറ്റി നമ്മൾ മേടിച്ചു കഴിഞ്ഞു. അത് എന്ത് ഇൻകം വെച്ചോണ്ടാണ് നമ്മൾ മിനിമം ക്വാണ്ടിറ്റി മേടിച്ചത്? സബ്സിസ്റ്റൻസ് ഇൻകം. വെരി ഗുഡ്. ഇനി നമ്മളുടെ ഇതിപ്പോ അവസാനം പറയാൻ പോകുന്നത് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് മേടിച്ചത് എത്രയാന്നുള്ളതാണ്. അതെന്തുകൊണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന ഇൻകം കൊണ്ടും നിങ്ങൾ എന്ത് മേടിക്കും? റൈസ് മേടിക്കും. എന്തോരം റൈസ് മേടിക്കുന്നുള്ളത് ആ 0.6ന്റെ ബേസിസിലിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 1900 ഡിവൈഡഡ് ബൈ പ്രൈസ് എത്രയാ റൈസിന്റെ? 40. അപ്പൊ 1900 1900 ഡിവൈഡ് ബൈ 40 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 47.5 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മൾ മിനിമം ക്വാണ്ടിറ്റി എത്ര മേടിച്ചേ? 10 പ്ലസ് നമ്മൾ ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി മേടിച്ചു. അത് എന്ത് ഇൻകം വെച്ചോണ്ടാ? സൂപ്പർ ന്യൂമററി ഇൻകം വെച്ചോണ്ട്. അപ്പൊ സൂപ്പർ ന്യൂമററി ഇൻകം വെച്ചോണ്ട് നമ്മൾ എത്രയായിരിക്കും മേടിച്ചേക്കണത്? 37.5. അപ്പോൾ സബ്സിസ്റ്റൻസ് ഇൻകം വെച്ചുകൊണ്ട് നമ്മൾ 10 കിലോഗ്രാമും സൂപ്പർ ന്യൂമററി ഇൻകം വെച്ചുകൊണ്ട് നമ്മൾ 37 കിലോഗ്രാമും എക്സ്ട്രാ മേടിച്ചു. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഈ ഐഡിയ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതായത് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞ ഇതാണ്, ഈ സാധനം. ഞാൻ ഒന്നും കൂടെ എഴുതാം ഫോർമുല. പി ഐ എക്സ് ഐ. നമ്മൾ സിഗ്മ പി ജെ ആർ ജെ മാത്രം ഇട്ട് എന്താന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, അത് നമുക്ക് എഴുതാം. അതായത് മിനിമം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആൻഡ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് റൈസ്, അതാണ് സിഗ്മ ഓഫ് പി ജെ ആർ ജെ എന്നുള്ളത്. നമുക്കത് എഴുതാം. ഓക്കെ, അപ്പോൾ പി ഐ എക്സ് ഐ ഇസ് ഈക്വൽ ടു പി ഐ ഗാമ ഐ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു വൈ മൈനസ് സിഗ്മ പി ജെ ഗാമ ജെ ബ്രാക്കറ്റ്. ഓക്കെ, നമുക്ക് അതെല്ലാം എഴുതാനുള്ള അതൊറ്റ മിനിറ്റ്. ഓക്കെ, അത് എഴുതിക്കോ. സിഗ്മ പി ജെ ആർ ജെ. സിഗ്മ പി ജെ ഗാമ ജെ. ആർ ജെ അല്ലട്ടോ, ഗാമ ജെ. സോറി കേട്ടോ. സിഗ്മ പി ജെ ഗാമ ജെ. It adds up money required to buy
minimum quantity of all goods adds up money required to buy minimum quantity of all goods. Of all goods. ഇനി y മൈനസ് സിഗ്മ പി ജെ ആർ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ അതായത് എക്സ്ട്രാ മണി അവൈലബിൾ after basic needs are covered. Supernumerary expenditure, or it is extra money available after basic needs are covered. നിങ്ങൾ കണക്ക് എഴുതണമെന്നില്ല കേട്ടോ, അത് സാധ്യതയില്ല ഒട്ടും. താഴെ കുറച്ച് കാര്യം കൂടെ ഒന്ന് എഴുതിക്കേ. നിങ്ങൾ ഇത്രയും എഴുതി കഴിഞ്ഞെങ്കിൽ കുറച്ച് കാര്യം കൂടെ എഴുതിക്കേ. കുറച്ച് കാര്യം ഉണ്ടെങ്കിൽ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുതിയാൽ മതി. കീ ഫീച്ചേഴ്സ്. LES assumes, അതായത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം അസ്യൂംസ്, LES assumes minimum subsistence consumption. Minimum subsistence consumption. Minimum subsistence consumption. നമുക്കറിയാം മിനിമം ക്വാണ്ടിറ്റി മേടിക്കണം. It assumes minimum subsistence consumption for each good. For each good. അടുത്തത് above minimum, അതായത് മിനിമം മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ above minimum income allocation is in fixed proportion. ആ ഫിക്സഡ് പ്രപ്പോർഷൻ ആർക്കാ എന്താന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? above minimum income allocation is in fixed proportion. എന്തായിരിക്കും ഫിക്സഡ് പ്രപ്പോർഷൻ? ബീറ്റ. വെരി ഗുഡ്, ബീറ്റ ഐ. വെരി ഗുഡ്, ബീറ്റ ഐ. അടുത്തത് എഴുതിക്കോ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 0. അതായത് നിങ്ങളുടെ ഇൻകം കൂടാൻ നേരത്ത് നിങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. അതാണ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 0. ഇതിന് പൈസ എങ്ങനെയാണ്? എന്നോടാണോ? അല്ല. ഡിമാൻഡ് ഇസ് ലീനിയർ. ആ ചേട്ടൻ തുറക്കാൻ കൊടുക്കും. എന്നാ വന്നല്ലേ? അല്ല, മൊബൈലാണ്, ചെറിയ ഫോൺ. ആരും ഐക്കോൺ ആണ്. ഡിമാൻഡ് ഇസ് ലീനിയർ ഇൻ നോക്കുമല്ലേ, വെരിഫൈ ചെയ്യല്ലേ പ്രോഡക്റ്റ്. ടീച്ചറിന്റെ മൈക്കാണ്. ആ ഡിമാൻഡ് ഇസ് ലീനിയർ ഇൻ ഇൻകം ആൻഡ് പ്രൈസ്. അബദ്ധങ്ങളൊന്നും പറയരുത്, അത്രമാത്രം ഞാൻ പറയുന്നത്. ഡിമാൻഡ് ഇസ് ലീനിയർ ഇൻ ഇൻകം ആൻഡ് പ്രൈസ്. ഡിമാൻഡ് ഇസ് ലീനിയർ ഇൻ ഇൻകം ആൻഡ് പ്രൈസ്. അതായത് ഫിക്സഡ് പ്രപ്പോർഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. ലീനിയർ, അവിടെ നിന്നാണ് നമുക്ക് പേര് വരുന്നത്, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, ഡിമാൻഡ് ഇസ് ലീനിയർ ഇൻ ഇൻകം ആൻഡ് പ്രൈസ്. അടുത്ത എഴുതിക്കോ. ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ പോളിസി സിമുലേഷൻ. LES system is suitable for policy simulation, budgeting, poverty analysis, etc.
പോവർട്ടി അനാലിസിസ് എക്സെട്ര. ബീറ്റ ഐ എഴുതണ്ടല്ലോ, ബീറ്റ ഐ ഈസ് മാർജിനൽ ബഡ്ജറ്റ് ഷെയർ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അയ്യോ നമ്മൾ ആ ഗ്രാഫ് വരച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെന്റാരിറ്റിയുടെ. ഇല്ല. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, മിനിമം ക്വാണ്ടിറ്റി ഈസ് എബവ് 0. അതായത് നമ്മൾ എന്ത് ഗുഡ് എടുത്താലും അതൊരു മിനിമം ക്വാണ്ടിറ്റിക്ക് മുകളിൽ കൺസ്യൂം ചെയ്യണമെന്നുണ്ട്. അപ്പൊ മിനിമം ക്വാണ്ടിറ്റി ഈസ് എബവ് 0. ഈ കേസിൽ ഗാമ ആയിട്ടോ, ഗാമ ഐ ഈസ് എബവ് 0 എന്ന് എഴുതിക്കും. ഗാമ ഈസ് എബവ് 0. ഗാമ ഐ ഈസ് എബവ് 0. ഓക്കെ, അല്ല, ഗാമ ഈസ് ഈക്വൽ ടു ഓർ എബവ് 0 എന്നാണേ. ഓക്കെ, മിനിമം ക്വാണ്ടിറ്റി ഈസ് എബവ് 0. ഒറ്റ മിനിറ്റ്, ഈ മിനിമം ക്വാണ്ടിറ്റി ഈസ് എബവ് 0 നിങ്ങൾ എഴുതണ്ട, ഇങ്ങനെ എഴുതിക്കോ. ദർ ഇസ് നോ നെഗറ്റീവ് മിനിമം ക്വാണ്ടിറ്റി. ഇങ്ങനെ എഴുതിയാൽ മതി. സോറി, ഇതൊന്ന് മാറ്റിക്കേ, അത് വെട്ടിക്കോട്ടോ. ദർ ഇസ് നോ നെഗറ്റീവ് മിനിമം ക്വാണ്ടിറ്റി. അതായത് 0 ഓർ എബവ് 0 ആയിരിക്കാം. ദർ ഇസ് നോ നെഗറ്റീവ് മിനിമം ക്വാണ്ടിറ്റി. നെഗറ്റീവ്, നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നെഗറ്റീവ് നമ്പർ ആവരുത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, 0 അല്ലെങ്കിൽ എബവ് 0 ആയിരിക്കണം എന്നാണ് അർത്ഥം. ദർ ഇസ് നോ നെഗറ്റീവ് നമ്പർ ആവരുതെന്ന് അർത്ഥമാക്കുന്നത് മിനിമം ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്തൊരു ഒരു വൺ ലൈനർ പോലെ എഴുതിക്കോ. അത് ഫീച്ചർ അല്ല, ഈ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നതാണ്. ഫസ്റ്റ് എൻ ബി എന്ന് ഇട്ടാൽ മതി, നോട്ട് എന്നിട്ടിട്ട് എൻ ബി. ഫസ്റ്റ് കൺസ്യൂമർ ബൈ minimum amount of essentials. Then whatever money is left, is split in fixed percentage. ഈ ഫിക്സഡ് പെർസെൻറ്റേജ് എന്താ? ഫിക്സഡ് പെർസെൻറ്റേജ് ഇവിടെ ആരാ ഫിക്സഡ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത് നമ്മുടെ കേസിൽ? ബീറ്റ ഐ. വെരി ഗുഡ്. മാർജിനൽ ബഡ്ജറ്റ് ഷെയർ. അതായത് ഇതാണ് ബേസിക്കലി ഐഡിയ എന്നാണ് പറയണത്. അതായത് ഫസ്റ്റ് കൺസ്യൂമർ ഒരു മിനിമം ക്വാണ്ടിറ്റി എല്ലാത്തിനും മേടിക്കും. അത് സബ്സിസ്റ്റൻസ് ഇൻകം വെച്ചുകൊണ്ട് സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ നടത്തും. സബ്സിസ്റ്റൻസ് ഇൻകം വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ നടത്തും. എന്നിട്ട് ബാക്കി വരുന്ന ഇൻകം പുള്ളിക്കാരൻ ബാക്കിയുള്ള ഗുഡ്സ് വാങ്ങാനായിട്ട് ഉപയോഗിക്കും. അതൊരു ഫിക്സഡ് പെർസെൻറ്റേജിലായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ലീനിയർ ആവുന്നത്. ഓക്കെ, ആ ലീനിയാരിറ്റി തീരുമാനിക്കുന്നത് ബഡ്ജറ്റ് ഷെയർ ആണ്, ബീറ്റ ഐ. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗ്രൂപ്പ് ഐ ഇങ്ങനെ എഴുതിക്കോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗ്രൂപ്പ് ഐ ഈസ് ഈക്വൽ ടു സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ പ്ലസ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം ഈസ് ഈക്വൽ ടു
സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചർ പ്ലസ് സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചർ. LES സിസ്റ്റം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? LES സിസ്റ്റത്തിൽ ലാസ്റ്റ് പറഞ്ഞു ഒന്നും കൂടെ പറയണേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ is equal to total expenditure on group I, അല്ലെങ്കിൽ total expenditure is equal to subsistence expenditure plus supernumerary expenditure. Subsistence expenditure plus supernumerary expenditure. Total expenditure എന്ന് പറയുന്നത് subsistence expenditure plus supernumerary expenditure ആണ്. നിങ്ങളെ ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, പറയാനല്ല, നമ്മളത് എഴുതാൻ മറന്നുപോയി. നിങ്ങൾ ആ രണ്ടാമത്തെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫീച്ചർ ഇല്ലേ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഷോസ് സ്ട്രിക്റ്റ് കോംപ്ലിമെന്റാരിറ്റി. അവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് വരയ്ക്കാവോ, അല്ലെങ്കിൽ വേറെ താഴെ ആയാലും വരച്ചാൽ മതി. കണ്ടിന്യൂവേഷൻ ഓഫ് ഫീച്ചർ 2 എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കൺസേൺഡ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും നമ്മൾ പറഞ്ഞേ? ഹൊറിസോണ്ടലോ? L shaped. കറക്റ്റ് L shaped തന്നെ വരയ്ക്കണം. ഞാനത് വരച്ചപ്പോൾ L shaped. നമ്മൾ ഐസോക്കൻഡ് വരയ്ക്കാൻ നേരത്ത് നമുക്ക് അതിന് കോംപ്ലിമെന്റ് ആയിട്ട് ഇൻഡിഫറൻസ് കർവിന്റെ കാര്യം കൂടെ പറഞ്ഞു പോവാവേ. തൽക്കാലം ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യും. L shape. മുകളിൽ നിങ്ങൾ സൈഡിൽ എഴുതിക്കോ. ഫുഡ്, Y ആക്സിസിലെ ഫുഡ്, X ആക്സിസിലെ ക്ലോത്തിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം. ഓക്കെ, ഫുഡ്, ക്ലോത്തിങ്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് IC1, IC2. They are L shaped. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിന് എന്താ പറയുന്നത് നമ്മള്? MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഐസോക്കൻഡിന്റെ സ്ലോപ്പ് എന്താ? വെരി ഗുഡ്, MRTS. ഓക്കെ, അതാണ് LES. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്, ഇന്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം, ഫിഷറിന്റെ. അത് നമുക്ക് ഈ പറയുന്ന കൺസംഷൻ ഹൈപ്പോത്തിസിസ് എടുക്കാൻ നേരത്തെ എടുക്കാവേ. മാക്രോയിൽ കൺസംഷൻ ഹൈപ്പോത്തിസിസ് എടുക്കാൻ നേരത്തെ നമുക്കത് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക്കലി പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഐഡിയയിൽ വരുന്ന കൺസെപ്റ്റ്സ്. ഒന്ന് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ, രണ്ട് ഡൈനാമിക് ഡിമാൻഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിൽ തന്നെ ഡ്യൂറബിൾസ് വെച്ചുകൊണ്ടുള്ളത്, നെർലോവിന്റെ, ഹൗത്തേക്കറിന്റെ ഈ പറയുന്ന നോൺ ഡ്യൂറബിൾസ് വെച്ചുകൊണ്ടുള്ളത്. പിന്നെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. ബേസിക്കലി ഐഡിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് എക്സ്പെൻഡിച്ചറിനും സൂപ്പർ ന്യൂമററി എക്സ്പെൻഡിച്ചറും. അതായത് ഞാൻ ആദ്യം മിനിമം ക്വാണ്ടിറ്റി ഗുഡ്സ് കൺസ്യൂം ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി ഇൻകം ഒരു ഫിക്സഡ് റേഷ്യോയിൽ മറ്റുള്ള ഗുഡ്സ് അതിന്റെ പ്രൈസിനനുസരിച്ച് കൺസ്യൂം ചെയ്യും. ഓക്കെ, വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ബൈ മാർജിനൽ ബഡ്ജറ്റ് ഷെയർ വിച്ച് ഇസ് എബവ് 0 ആൻഡ് ലെസ് ദാൻ 1. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ 2 എണ്ണം വന്നായിരുന്നു, ഒരെണ്ണം വരേണ്ടതാണ്, ഒരെണ്ണം വരും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ആ കഴിഞ്ഞ 2 ദിവസത്തെ പരീക്ഷയുടെ പേപ്പർ നോക്കാം. പരീക്ഷയുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഏതാ വേണ്ടേ? എക്സാം പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നാളെ ഉച്ച കഴിഞ്ഞത്തെ സെഷൻ ആരും മിസ്സാക്കരുത്. പറ്റുമെങ്കിൽ കയറാൻ ശ്രമിക്കണം.